ഹലോ ഡിയർ സ്റ്റുഡൻസ്, പലതരത്തിലുള്ള സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതാ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയിട്ട് പറയാനാണ് മിസ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥി വിജ്ഞാൻ മന്ഥൻ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ വിജ്ഞാന ഭാരതിയും NCERTയും കൂടി കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണിത്. നമ്മുടെ 6 മുതൽ 11ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ ഇന്നോവേറ്റീവ് ഐഡിയാസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. അപ്പോൾ ഈ ഒരു VVM എക്സാം എന്ന് പറയുന്നത് പല ലെവലുകളിലായിട്ടാണ് നടത്തുന്നത്. സ്കൂൾ ലെവൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ലെവൽ എക്സാം ഉണ്ട്. നാഷണൽ ലെവലിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വിന്നേഴ്സിന് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പലതരത്തിലുള്ള റിസർച്ച് സെന്റേഴ്സിലും അതുപോലെ തന്നെ ലബോറട്ടറീസിലും ഒക്കെ പോയി വിസിറ്റ് ചെയ്യാനും പല ഡിഫറെന്റ് സയന്റിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മുടെ ഒളിമ്പ്യാഡ് ലെവലൊക്കെ പോലെ തന്നെയുള്ള ഒരു എക്സാമാണ് ഈ ഒരു VVM എക്സാം എന്ന് പറയുന്നത്. വിദ്യാർത്ഥി വിജ്ഞാൻ മന്ഥൻ എന്ന് പറഞ്ഞ ഈ ഒരു VVM എക്സാം കംപ്ലീറ്റ് ഓൺലൈൻ ലെവലിലാണ് നടക്കുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടും സ്റ്റുഡൻറ്റിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമ്മുടെ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലും ഇതിനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ലെവലിലെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു VVM വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് അതിൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഫോട്ടോ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ത്രൂ വരുന്നതാണ്. ഇനി സ്കൂൾ ലെവലിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് രജിസ്ട്രേഷൻ നടത്തി പലതരത്തിലുള്ള സ്റ്റെപ്പ് വൈസ് പ്രോസസ്സുകളുണ്ട്. ഈ സ്കൂൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ സ്കൂൾ ലെവൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസ് അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത്. അത് കുറച്ച് അധികം സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ്. അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ചെയ്യേണ്ടതുമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇതിൽ നിന്നും വിന്നറായി വരുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഭാസ്കര സ്കോളർഷിപ്പ് ഇതിനോട് ലഭിക്കുന്നതാണ്. മന്ത്ലി 2000 ആണ് നിങ്ങളുടെ ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല നിങ്ങളുടെ സയൻറ്റിഫിക് ആ ഒരു ഇന്നോവേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സയൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും നമ്മുടെ നാഷണൽ ലെവൽ കോൺട്രിബ്യൂഷൻ സയൻസ് ഫീൽഡിലേക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാപ്പബിലിറ്റീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ ഈ ഒരു എക്സാം വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ എക്സാം ആണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ലെവലിലേക്ക് വരുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയും നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാമ്പ് അതുപോലെ വർക്ക്ഷോപ്സ് ഒക്കെ ഈ ഒരു VVM എക്സാം വഴി അതും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോർഡിനേറ്റീവ് സ്കില്ലൊക്കെ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു VVM എക്സാമിൻ്റെ സിലബസ് ആൻഡ് സ്ട്രക്ചർ നമുക്ക് നോക്കിയാലോ. സിലബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കൂടുതലും NCERT അലൈൻഡ് ആണ്, എങ്കിലും സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ വരുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടു സയൻസ്, ലൈഫ് ഹിസ്റ്ററി ഓഫ് സത്യേന്ദ്രനാഥ് ബോസ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന സിലബസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല തെറോ ആയിരിക്കും, കൂടാതെ ജനറൽ റീഡിങ്ങും കൂടെ വേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ഉണ്ട്, കോംപ്രിഹെൻസീവ് റൈറ്റിംഗ് ഉണ്ട്, പ്രസന്റേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്, പിന്നെ റോൾ പ്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസുകൾ, പിന്നെ മെത്തേഡ്സ് ഓഫ് സയൻസ്. ഇതുപോലെ ഒരു സ്ട്രക്ചറാണ് എക്സാം വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്നും സെലക്ടഡ് സ്റ്റുഡൻസിനെ പിന്നീട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് സ്റ്റേറ്റ് ലെവലിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പ്, വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വിന്നേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും പല എഡ്യൂക്കേറ്റഡ് ലെവലിലുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്കൊരു അവസരമാണ്. അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും. ഈ ഒരു സിലബസും സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി തന്നെ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി വിജ്ഞാൻ മന്ഥൻ എന്ന എക്സാമിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ പാരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, സ്കൂൾ ലെവലിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്.